എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പുതിയ ശ്രേണി കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം ടാറ്റ നിർമ്മിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത് എയ്സ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. എയ്സ് പ്രോയുടെ ഒരു സെഗ്മെന്റ് എവിടെ കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല വാഹനങ്ങളും മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ എല്ലാ കപ്പാസിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം നമ്മളിപ്പം പഴങ്ങളും പച്ചക്കറിയും കൊണ്ടുമ്പോൾ അതിന് ലിമിറ്റഡ് ആയിട്ടൊരു ലോഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ലോഡ് എടുക്കാൻ പാകത്തിലുള്ള വാഹനമല്ല, അപ്പോൾ കൂടുതലായിട്ടുള്ള ഫ്യൂവലിന്റെ ആവശ്യമില്ല. അപ്പം എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാമോ അത്തരത്തിലുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുതിയൊരു കോമ്പാക്ട് വാഹനമാണ് എയ്സിന്റെ പ്രോ എന്ന് പറയുന്നത്. വളരെ ക്യൂട്ടായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഈ ഒരു വാഹനം എന്ന് പറയുമ്പോൾ ഒന്ന്, ഇതിന്റെ ഒരു ഫ്രണ്ട് ഫേസ് വളരെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചൊരു കാറിലേക്ക് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാരണം ടാറ്റയുടെ ലോഗോ തന്നെ അതാ പറയുന്നത്. കാരണം കാറുകളിൽ കാണുന്ന അത്തരത്തിലുള്ള സെയിം ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലോഗോ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടെ ഭംഗിയുണ്ട്. കാരണം നമുക്കറിയാം, ഒരു വെള്ളിമൂങ്ങ എന്നുള്ളൊരു പേര് തന്നെ ഐറിസിന് കിട്ടിയത് അതിന്റെ ലുക്ക് കൊണ്ടാണ് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മൂങ്ങയെ പോലെ തന്നെയാണ് വാഹനം ഇരിക്കുന്നത്. അത് ഈ ഒരു വാഹനത്തിനകത്തും നല്ല രസമുണ്ട്. ആ കണ്ണുകളും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് 3 വേരിയന്റുകളിലാണ് വാഹനം നമുക്ക് കിട്ടുന്നത്. അതായത് ഫ്യൂൽ ഓപ്ഷൻസ് ആണ് പറഞ്ഞിരുന്നത്. പെട്രോൾ ഓപ്ഷൻ നമുക്ക് കിട്ടും. എന്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ബൈഫ്യൂലാണ്. അതായത് അറ്റ് എ ടൈം നമുക്ക് പെട്രോളും അതുപോലെ CNG നമുക്ക് ഫില്ല് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ ഒരു EV മോഡലും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്ന ബൈഫ്യൂവലിന്റെ ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അടിപൊളി കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ഫോളോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ Instagram, Facebook ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3560 മില്ലിമീറ്റർ ആണ്. ഒരു 3.5 മീറ്റർ മാത്രം നീളമുള്ള ഒരു കുട്ടി വാഹനം. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു വീൽ ബേസ് വരുവാണെങ്കിൽ 1800 മില്ലിമീറ്റർ ആണ്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഡീസെന്റ് ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ ഇതിലൊരു കേപ്പബിലിറ്റി ഒക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഇതിനൊരു ഈ വാഹനത്തിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 750 കിലോ ആണ് ഇതിന്റെ ഒരു ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിന്റെ ഭാരത്തേക്കാൾ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് ആകെപ്പാടെ 710 കിലോ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് 750 കിലോയോളം നമുക്ക് വെയിറ്റ് നമുക്ക് ഇവിടെ വഹിക്കാനായിട്ട് പറ്റും. അതായത് 40 കിലോ കൂടെ വാഹനത്തെക്കാൾ കൂടുതൽ വഹിക്കാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം എന്ന് പറഞ്ഞാൽ റിയർ എഞ്ചിൻ ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. അതായത് സാധാരണ നമ്മൾ എയ്സ് ഒക്കെ കാണുമ്പോൾ എഞ്ചിൻ ഫ്രണ്ടിൽ വശത്താണ് വരുന്നത്. ഇതിന് എഞ്ചിൻ ഏറ്റവും ബാക്ക് വശത്താണ് വരുന്നത്. എഞ്ചിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസും കൂടെ പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. നമുക്ക് പെട്രോൾ കിട്ടുന്നത് 3,99,900 രൂപയ്ക്ക് എക്സ്ഷോറും പ്രൈസിന് കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു CNG വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബൈഫ്യൂലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 5,47,000 രൂപയും, EV വരുന്ന സമയത്ത് 6,52,000 രൂപയാണ് വാഹനത്തിന്റെ പ്രൈസ് ആയിട്ട് പറയുന്നത്. അപ്പം ആ ഒരു കുറഞ്ഞ പ്രൈസിൽ തന്നെ നമുക്ക് കിടലിന് ഒരു വാഹനം ലഭിക്കുകയാണ്. നമുക്കൊരു വാഹനം നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ തന്നെ ഈ ലുക്ക് തന്നെ പ്രത്യേക നേരത്തെ പറഞ്ഞ ടാറ്റയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ 2 കണ്ണുകൾ, നമുക്ക് 2 ലൈറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ എയ്സ് പ്രോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇത് ബൈഫ്യൂൽ ആണെന്ന് കാണിക്കാനുള്ള ഒരു ബൈഫ്യൂൽ ഇത് കാണാം. ഇതിന്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് ബമ്പറിനകത്ത് തന്നെ നമുക്ക് ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ സൈഡിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. സൈഡിലെ കാഴ്ചയിലേക്ക് വരുമ്പോൾ ഒന്ന് ഇതിന്റെ ക്യാബിനാണ്. ക്യാബിനിലേക്ക് വരുമ്പോൾ ഇതിന്റെ കളറാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു കാക്കി കളർ, നല്ല ഗോൾഡൻ കാക്കി കളറിലൊക്കെ വരുന്ന മനോഹരമായിട്ട് കളേഴ്സിലാണ്. ഇപ്പൊ ഇതിന്റെ പെട്രോൾ ഇതിപ്പം ഇതൊരു ബൈഫ്യൂലിനാണ് ഈ കളർ വരുന്നത്. ഇനി നമ്മൾ പെട്രോളിലേക്ക് വരുവാണെങ്കിൽ ഒരു ഗ്രേ ട്വിൻ്റ് ആണ്. ഇനി EV വരുമ്പോൾ ബ്ലൂ കളറാണ്. EVയുടെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ഒരു യൂണിവേഴ്സൽ കളർ ആണല്ലോ. അപ്പം നമുക്കിവിടെ ഈ ഒരു മിറേഴ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം വലിയ മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് കാണാം. നോർമലായിട്ടുള്ള ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടയേഴ്സിലേക്ക് വരാം. 12 ഇഞ്ചാണ് വരുന്നത്. നോർമലായിട്ട് വരുന്ന സ്റ്റീൽ ഡ്രീംസ് ആണ് വാഹനത്തിന് കൊടുത്തിട്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്സും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന മക്ഫേഴ്സന്റെ സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ ലോഡിംഗ് ബേ ആണ്. നമുക്കിത് 2 മോഡലിൽ കിട്ടും. ഒന്ന് ഫ്ലാറ്റ് ബെഡ് ആയിട്ട് കിട്ടും, പിന്നെ ഈ ലോഡിംഗ് ബേ ആയിട്ട് ഉള്ള ഒരു മോഡൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത് 6.5 മീറ്റർ ആണ്. ഇതിനകത്താണ് 750 കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കമ്പനി 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് 1 ടണ്ണിന്റെ മുകളിൽ എന്താണെങ്കിലും കയറ്റാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നമുക്ക് കാണാം. ഞാൻ റിയൽ വീൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അകത്താണ് എഞ്ചിനായിട്ട് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ എന്ന് പറയുമ്പോൾ 650 cc റിയൽ ഡ്രൈവ് ആയിട്ട് വരുന്ന എഞ്ചിനാണ് വരുന്നത്. 4 സ്ട്രോക്ക് ആണ്. അതുപോലെ തന്നെ വാട്ടർ കൂൾഡ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 30 HP ആണ് വരുന്നത്. അതുപോലെ തന്നെ 55 Nm ടോർക്കാണ്. 30 HP നമുക്ക് 4000 RPM
55 NM ടോർക്ക് നമുക്ക് 1750 പോലെ 2750 RPM നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഫ്യൂവൽ മൈലേജ് ഉള്ള ഒരു സാധനമാണ്. നേരത്തെ പറഞ്ഞ 27 കിലോമീറ്റേഴ്സ് വരെയാണ് ഇതിന്റെ എയർ സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജ് ബൈഫ്യൂലിൽ വരുന്നത്. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 21 കിലോമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആ സംവിധാനം നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത്യാവശ്യം നമുക്ക് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഫ്രെയിം, ഒരു ലാഡർ ഫ്രെയിം നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് വരുന്നത്. ബാക്ക് സൈഡ് ടയർ ഇതാണ്. ഡ്രം ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാഴ്ച. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്കും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ എയ്സ് പ്രോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ കറങ്ങി ഞങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോഡിംഗ് ബേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ടാറ്റയുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു എംബോസിംഗ് ആണ് ഇവിടെ വരുന്നത്. CNG എന്ന് പറഞ്ഞ സ്റ്റിക്കറുണ്ട്. സ്പെയർ ടയർ കാണും. അതുപോലെ ബാക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിന്റെ എക്സോസ്റ്റ്, പോക്കൊടലുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പെട്രോൾ നമുക്ക് 10 ലിറ്റർ ആണ് വരുന്നത്. E2O കോംപ്ലൈൻ ആണ്. E2O ഫ്യൂൽസ് നമുക്ക് ഫില്ല് ചെയ്യാണ്ട് പറ്റും. അതുപോലെ തന്നെ വാഹനത്തിന്റെ എയർ ഇൻടേക്ക് ആണ് കാണുന്നത്. ആ ഒരു സ്നോർക്കൽ പോലൊരു സംഭവം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് അവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വാഹനത്തിന്റെ ഒരു പുറമേ നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ അതിന്റെ ക്യാബിനും കൂടെ മനസ്സിലാക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാബിനാണ്. എന്നാലും അതിന്റെ ക്യാബിൻ എങ്ങനെയാക്കണമെന്ന് കാണിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാബിനാണ്, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. വാഹനത്തിന്റെ കളർ ഗോൾഡ്, അകത്തൊരു ബ്ലാക്ക് കളർ, വളരെ പ്രീമിയം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് ഡ്രൈവർ +1 ആണ് സീറ്റുകളും കാര്യങ്ങളും വരുന്നത്. ഇപ്പം ഡ്രൈവർ, കോ ഡ്രൈവർ ഇവിടെ ഇരിക്കാൻ പാകത്തിലാണ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. റബ്ബർ പാഡഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ്. നല്ല കാറിന്റെ സ്റ്റിയറിംഗ്, നല്ല കൊച്ച് അടിപൊളി സ്റ്റിയറിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോണും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ നോർമലി ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. താക്കോലിന്റെ ഫോബും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്പ്ലേയും പ്ലസ് അതുപോലെ തന്നെ നമുക്ക് ഒരു എന്താ പറയുന്നത്, 2 ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ് ആണ് വരുന്നത്. ഒന്ന് മറ്റേ നമ്മുടെ ഈ കാൽക്കുലേറ്റർ ഉള്ള പോലെ ഒരു ഡിസ്പ്ലേ, അതുപോലെ തന്നെ അകത്ത് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഫ്യൂവലിന്റെ കാര്യം, CNGയുടെ ടാങ്കിന്റെ കപ്പാസിറ്റിയും ഒത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് വരും. ടൈമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്രയും സ്പീഡോമീറ്റർ ഒക്കെ ഡിജിറ്റലിലാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. എല്ലാം നീറ്റർ ആയിട്ടുള്ള ഒരു ക്യാബിൻ സ്പേസ് ആണെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമുക്കിവിടെ ഗിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. TA59 എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. അപ്പം സിംഗിൾ കച്ച് ഡയഫ്രം ആണ് വരുന്നത്. ആ സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ CNGയുടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാം. അതുപോലെ ലൈറ്റിന്റെ അഡ്ജസ്റ്റർ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ബേസിക്കലി സ്റ്റീരിയോ ഒന്നും ഇല്ല. അതൊക്കെ നമുക്ക് സെക്കൻഡറി ആക്സസറി ആയിട്ട് വാങ്ങിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ എങ്ങനെയെങ്കിലും കോസ്റ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നോക്കുന്നത്. അത്തരം കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് AC കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇതിനകത്തൊരു ഡാഷ്ബോർഡ് ഏരിയ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ബലൂണുകൾക്കിടയിൽ ഒളിച്ചതാണ്ട് ഇവിടെ ഒരു IRVM അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു റീഡിംഗ് ലാമ്പും, ഈ കണക്കൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ പൈസ രാത്രി മേടിച്ചിട്ട് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രൈവറിനുള്ള ഒരു സൺവൈസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തുള്ള ആള് ഇങ്ങനെ കൈപൊത്തി പോയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, തമാശരി വേണം പറഞ്ഞു കേട്ടോ. ഇങ്ങനെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ അത്രയും കുറവൊക്കെ ആയിരിക്കും. പിന്നെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ സീറ്റ് ബെൽറ്റുകളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് ബ്രേക്ക് ഇതിന് താഴെ ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, ആ സാധനം അവിടെ ഉണ്ട്. പിന്നെ CNG വാഹനം ആയതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഇതിന്റെ പേരെന്താണ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഈ സാധനം നമുക്ക് അവിടെ വേണം. അപ്പോൾ അങ്ങനെ ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഫ്ലാറ്റ് ബെഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത്. ഇതൊരു കുട്ടി ആനയാണ്. കാരണം ഏസിനെ അങ്ങനെയാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ മേരെ ഹാത്തി എന്നും അതുപോലെ തമിഴ്നാട്ടിൽ കുട്ടി ആന എന്നും പറയും, നമ്മളിവിടെ കുട്ടി ആന എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പള്ളിച്ചലുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിലേക്ക് വന്നാൽ മതി. ഇന്ന് തന്നെ കുറേ വാഹനങ്ങളൊക്കെ ഇവിടെ ഡെലിവറി എടുത്തിട്ടുണ്ട്. ഇതിന്റെ വാറണ്ടി ഫിഗേഴ്സ് ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടെ ഞാൻ പറയാം. 2 വർഷം അല്ലെങ്കിൽ 72,000 കിലോമീറ്റേഴ്സാണ് ഇതിന്റെ ഒരു വാറണ്ടി ഫിഗേഴ്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് വരിക, വാഹനം കണ്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സുകൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോമേഷ് ഷോ.